തിരക്കും പിടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ചൂട്ടൻ നമ്മളെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കി വന്ന് സൈഡ് സീറ്റും കിട്ടി. സൈഡ് സീറ്റ് പാട്ട് എന്താ അന്തസ് എന്ന് പറഞ്ഞ് ആസ്വദിച്ച് വരുമ്പോഴാണ് ബസ് പണിയന്തുണ്ടായത്. എന്തായാലും 2 മണിയുടെ ട്രെയിൻ ഹോകയാ. പിന്നെ ഇറങ്ങുകയും ചെയ്ത് ട്രെയിനും മിസ്സായി. ഇനി 3 മണിക്കൂർ എന്ത്? അതായിരുന്നു ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം ഞാൻ ഭയങ്കര കൂൾ ആയിട്ട് എടുക്കും. പിന്നെ എന്തിനാ SM സ്ട്രീറ്റ്, അതും സൺഡേ, ഹൈലാൻഡ് പൈസയിലെങ്കിലും അമ്മ കൂടെ ഉണ്ടല്ലോ, അത് മതി. പിന്നെ ഞാൻ എന്റെ തനിക്കോണ അങ്ങ് കാണിച്ചു, അമ്മ അത് നോക്കി ഇത് നോക്കി അവിടെ പോയി ഇവിടെ പോവാ, അങ്ങനെ പല പല ഷോപ്സിലും ഞാൻ കയറ്റി കേട്ടോ. അല്ലെങ്കിൽ അത് വേണ്ടേ അങ്ങനെയാ, അമ്മ കൂടെ ഉണ്ടെങ്കിൽ അത് വേണം ഇത് വേണം, കണ്ണിന് മറുവായിരിക്കും. ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു തന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും അമ്മ ഒന്നും വാങ്ങിച്ചു തരാറില്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത വടക്ക സ്വഭാവം എനിക്ക് ഉണ്ട് കേട്ടാ. അങ്ങനെ നടന്ന് എസ്എമ്മിന്റെ എന്തെങ്കിലും എത്താനാകുമ്പോൾ സൺഡേ മന്ത് പറഞ്ഞ ഷോപ്പ് കൊണ്ട് കയറിയതാ. ഏതിനാ കയറിയെന്നൊന്നും എനിക്കറിയില്ല. സൺഡേ മാർക്കറ്റ് ഫുൾ ആയിട്ട് നടന്നിട്ടു ഇല്ലാത്ത ടയർഡാണ് ആ ഷോപ്പ് കയറിയപ്പോ എനിക്ക് ഉണ്ടായത്. എന്റെ പഠിച്ചോനെ കോഴിക്കോട് മൊത്തമായിട്ട് ആടിയാൻ തോന്നുന്നുള്ളത്. എന്തോ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചിട്ട്, ഇല്ലെങ്കിൽ ഞാൻ ഭിത്തിയിലുണ്ടായെന്നെ പടായിട്ട്. അടുത്ത മൽപ്പിടുത്തം കൊണ്ട് ഞാൻ അങ്ങനെ ടയർഡായി പോയി. ജ്യൂസ് കുടിക്കാണ്ട് എന്നെ കൊണ്ട് ഒരു അടി നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഷാജ ഷേക്ക് കുടിച്ചു. വിത്തൗട്ട് 2 വിത്ത് എന്ന് പറഞ്ഞിട്ട് അയാൾ 3 വിത്തൗട്ടാണ് കൊണ്ടത്. അതിലില്ലാത്ത ഷാജ ഷേക്കും കുടിച്ച് സങ്കടപ്പെട്ടിട്ട് ഞാൻ നടന്നു. അങ്ങനെ അയാളോട് ഞാൻ പറയും ചെയ്തു നമുക്ക് ഷുഗർ ഒന്നും ഇല്ല. ആ വിഷമത്തിലെ റെയിൽവേ സ്റ്റേഷൻ വരെ നടന്ന് ഇനിയിപ്പോ ട്രെയിനിൽ സീറ്റ് കിട്ടുമെന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. അപ്പൊ നെക്സ്റ്റ് പാർട്ട് കാണാം.